നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുകെയിൽ മലയാളി യുവതിക്ക് ദാരുണാന്ത്യം. കുഴഞ്ഞു വീണ് മരിച്ചു പ്രസീന വർഗീസ് എന്ന 24-കാരി. യുകെയിലെ റെഡിങ്ങിൽ താമസിക്കുന്ന ജോസി വർഗീസ്, മിനി ജോസി ദമ്പതികളുടെ മകളാണ് മരിച്ചത്. ലണ്ടനിലെ ചേറിംഗ് ക്രോസ് NHS ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ശനിയാഴ്ച രാവിലെയോടെ മരണം സംഭവിച്ചു. ഹൃദയാഘാതം മൂലമാണ് മരണം എന്നാണ് പ്രാഥമിക നിഗമനം. ചെറുപ്രായത്തിലുള്ള പ്രസീനയുടെ മരണം റെഡിങ്ങിലെ മലയാളി സമൂഹത്തെ വളരെയധികം വേദനയിലാഴ്ത്തിയിരിക്കുന്നു. അതിനേക്കാൾ ഉപരി ഒരു നടുക്കമാണ് ഏവർക്കും സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രസീനയുടെ കുടുംബം സീറോ മലബാർ സഭ വിശ്വാസികളും നാട്ടിൽ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നുള്ളവരുമാണ്. സംസ്കാര ചടങ്ങുകൾ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. തീർച്ചയായിട്ടും ഹൃദയാഘാതം കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു 24-കാരി മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹൃദയാഘാതം അത് ഒരാൾക്ക് പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിച്ചാൽ അയാൾക്ക് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടും. ഇതിൻ്റെ കുറച്ച് ലക്ഷണങ്ങളുണ്ട്, എന്താണ് ഇതിലേക്ക് നയിക്കുന്നതുണ്ട്. നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഹൃദയാഘാതം സംഭവിച്ചാൽ പെട്ടെന്ന് ചെയ്യേണ്ട നടപടി എന്തൊക്കെയാണ് എന്ന കാര്യമൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഒരാൾക്ക് പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിച്ചാൽ അയാൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെടും. ഇങ്ങനെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ആ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുക, ആംബുലൻസ് വിളിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ കഴിയുന്നത് കിടത്താൻ പറ്റുന്ന സ്ഥലത്ത് കിടത്തി വസ്ത്രം ലൂസാക്കി വായു കൃത്യമായി കിട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. വ്യക്തിയെ നടത്തിപ്പിക്കരുത്. ആസ്പിരിൻ പോലെയുള്ള ഗുളിക കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു മനസ്സിലാക്കി ആസ്പിരിൻ കൂടി എടുക്കാവുന്നതാണ്. അതിനുശേഷം അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഹൃദയാഘാതത്തിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഹൃദയാഘാതത്തിന്റെ ഏറ്റവും സാധാരണമായ കാരണം കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. അവിടെ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് കൊറോണറി ധമനികളെ ചുരുക്കുകയും ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും ചെയ്യുന്നു. CAD, ഹൃദയാഘാതം എന്നിവയ്ക്കുള്ള അപകട ഘടകങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ അളവ്, പുകവലിയും പുകയില ഉപയോഗവും, പ്രമേഹം, അമിതവണ്ണം, ഉദാസീനമായ ജീവിതശൈലി, അനാരോഗ്യകരമായ ഭക്ഷണക്രമം, ഹൃദ്രോഗത്തിന്റെ കുടുംബചരിത്രം. അതായത് കുടുംബപരമായിട്ട് ഈ ഒരു ഹൃദ്രോഗമുള്ള വ്യക്തിയാണ് എങ്കിലും അത്തരത്തിലും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഹൃദയപേശികളുടെ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഹൃദയാഘാതം സംഭവിക്കുന്നു. ഇത് ഹൃദയത്തിന്റെ ആ ഭാഗത്തിന് കേടുപാടുകൾ വരുത്തുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ചെയ്യുന്നു. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ ഫാറ്റി ഡിപ്പോസിറ്റുകൾ അടിഞ്ഞുകൂടുന്നതാണ് സാധാരണയായി ഈ തടസ്സത്തിന് കാരണം. ഓക്കാനം, ദഹനക്കേട് അല്ലെങ്കിൽ ഛർദി. ചില ആളുകൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ദഹനനാളത്തിന് ലക്ഷണങ്ങൾ അനുഭവപ്പെടും. തണുത്ത വിയർപ്പ്, തലകറക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ലക്ഷണങ്ങളും ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെ ആയിരിക്കുക. ഈ ഒരു രോഗാവസ്ഥയെ അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ ഉണ്ടായാൽ പെട്ടെന്ന് നൽകേണ്ടുന്ന പ്രാഥമിക ശുശ്രൂഷ എന്തൊക്കെയാണെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വേണം.